വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നവർക്ക് ഡോക്ടർ സുകുമാർ അഴീക്കോട് അന്യനല്ല. പ്രഭാഷകനും വിമർശകനും കൂടിയായ അഴീക്കോട് മാഷാണ് വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥി. വർത്തമാനത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മാഷെ, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ പുറത്തായി, മാഷാണ് യഥാർത്ഥ സ്റ്റാർ വാലി മൊത്തം കിട്ടിയിരിക്കുന്ന മാഷിനാണ് ഇന്ന് നാട്ടുകാരൊക്കെ മനസ്സിലാക്കുന്നു. ഞാൻ ഈ സൂപ്പർ എന്നുള്ള ഉപയോഗത്തിന് തന്നെ എതിരാണ്. സൂപ്പർ സ്റ്റാറൊക്കെ സ്റ്റാറിനപ്പുറത്ത് ആകാശത്തിൽ മറ്റൊരു സത്യമില്ല. അപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറും ഒരു അതിശയോക്തിയാണ്. അത് മനുഷ്യന് അവനവൻ വലുതാണെന്നുള്ള സങ്കല്പത്തിന് അതിരില്ല. കൂട്ടി പറയും. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെയേ ഉള്ളൂ. അത് സൂപ്പർമാൻ ആകാതിരുന്നാൽ മതിയായിരുന്നു, സൂപ്പർ സ്റ്റാറായിട്ട്. മാഷ് ഈ ഭാഷയെയും സാഹിത്യത്തെയൊക്കെ കൈകാര്യം ചെയ്താൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട എന്നാണ് ഒരു വിഭാഗം, സാംസ്കാരിക രംഗത്തെ ഒരു വിഭാഗം പറയുന്നത്. അങ്ങനെ സുകുമാർ അഴീക്കോടിനെ തളച്ചിടാൻ പറ്റുമോ? അവർക്ക് എതിരായിട്ട് എൻ്റെ അഭിപ്രായം വരുമ്പോൾ എന്നെ സൈലൻസ് ചെയ്യാനുള്ള വളരെ മനോഹരമായ ഒരു പരിപാടിയായത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മേഖല വേറെയാണല്ലോ, ഇതല്ലല്ലോ. എൻ്റെ മേഖല ഞാൻ 65 കൊല്ലം മുമ്പ് തീരുമാനിച്ചതാണ്. ഒരു 20-22 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ സാഹിത്യത്തിലും, അന്ന് ഞാൻ കോൺഗ്രസ്സിലായിരുന്നു. വളരെ ചെറുപ്പത്തിലാണ് ഞാൻ പാർലമെൻറ്റ് മെമ്പറായിട്ട് മത്സരിച്ചത്. പിന്നെ അതെല്ലാം വിട്ടു. പക്ഷെ അപ്പോഴും ഞാൻ ഈ ജനങ്ങളുടെ താല്പര്യത്തിൽ വിപരീതമായിട്ട് നിൽക്കുന്ന ഏത് ശക്തിയെ എതിർത്തിരുന്നു. അതിനെനിക്ക് പ്രേരണ നൽകിയത് ഈ വാഗ്ബടാനന്ദൻ്റെ അനീതിയോട് എതിർപ്പെന്നുള്ളൊരു പ്രയോഗമുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖപത്രത്തിൻ്റെ മുഖവാക്യമായിട്ട്. അത് ചെറുപ്പത്തിൽ ആത്മവിദ്യാകാരാണ്, തലശ്ശേരിക്കാരെ ഓർമ്മയുണ്ടാവും. അതിപ്പോഴും എൻ്റെ മനസ്സിൽ അനീതി, അത് ഗീതയിൽ പറയുന്ന അതാണ്, അധർമ്മം വരുമ്പോൾ മിണ്ടാതിരിക്കരുത് എന്ന്. അപ്പോൾ സിനിമയിൽ ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് മനസ്സിലായില്ല. പക്ഷേ ഞാൻ മൂവാറ്റുപുഴ 5-10 ദിവസം മുമ്പാണ് ഈ ഒരു സാംസ്കാരിക സമ്മേളനം, അന്ന് തിലകൻ അവിടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതോ രണ്ടാമത് കാണുന്നതോ ആയിരിക്കും. എനിക്ക് ഒരു പരിചയമില്ല. വല്ലവരുമായിട്ടും പഴയവരുമായിട്ട് നല്ല പരിചയമായിരുന്നു. പ്രേം നസീറിനെ അറിയും, സത്യനെ അറിയും, മധു, ഉമ്മർ, ഇവരെല്ലാം നല്ല പരിചയമാണ്. ഇപ്പോൾ ഉള്ളവരിൽ മമ്മൂട്ടിയായിട്ട് എനിക്ക് അങ്ങനൊരു പുസ്തകം ഞാൻ പ്രകാശിപ്പിച്ചിരുന്നു. മമ്മൂട്ടിയായിട്ട് മറ്റേ ലാലൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. മാഷ് ഈ വിവാദത്തിലേക്ക് വന്നു പെട്ടതാണോ, അല്ലെങ്കിൽ മാഷിന് എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ? ഇല്ല, വന്നുപെട്ടെ. ഞാൻ പറഞ്ഞില്ലേ, മൂവാറ്റുപുഴ ഒരു CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ സാംസ്കാരിക പരിപാടി. അപ്പോൾ അത് പിന്നെ എല്ലാവരും എന്നെ വിളിക്കും സാംസ്കാരിക സമ്മേളനം. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഹോട്ടലിൽ ഇദ്ദേഹമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അവശനാണ്, ഈ ഇതൊക്കെ എന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. പിന്നെ അദ്ദേഹം സംസാരിച്ചു, ഒരു ക്യൂറിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഇതിങ്ങനെ കൊണ്ടുവന്നതാണ്. അത് അങ്ങോട്ട് പോലും അറിയില്ല ഞാനിത് പറയുന്നേ. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് കരയുന്നുണ്ടായിരുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വന്ന്. വലിയ യോഗമായിരുന്നു, ഭയങ്കര അപ്ലോസുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പിറ്റേന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോയി, കൊല്ലത്ത് അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ, ലാലിൻ്റെ. അപ്പോൾ അങ്ങോർക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കലാപരമായ വ്യക്തിത്വവും പ്രശസ്തിയും വാണിജ്യത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊന്ന് പറഞ്ഞിരുന്നു. കലാകാരൻ അതൊരു വലിയ താഴ്ചയാണ്. ആധുനിക കാലത്ത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞു, ഈ ഗോൾഫ് കളിക്കുന്ന ടെഡ്ഡി വുഡ്സും പിന്നെ അമിതാഭ് ബച്ചനും ഒക്കെ ഇങ്ങനെ വ്യവസായത്തിൽ. ഞാൻ പറഞ്ഞു അതൊക്കെ അവർ വേണമെങ്കിൽ മോഹൻലാലിനെ ഉദ്ധരിച്ചു എന്ന് വരും. ഇതിലൊന്നും കഥയില്ല. അവരൊന്നും നമുക്കൊരു വലിയ മാതൃകകളല്ല. നിങ്ങൾ നിങ്ങളുടെ അറിവും സംസ്കാരവും മനസാക്ഷിയും വെച്ചിട്ട് ചിന്തിക്കുക. ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പ്രശംസയും അതിൻ്റെ ഒരു അംഗീകാരവും നിങ്ങൾ സ്വന്തം താല്പര്യം മാത്രമുള്ള ഒരു കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് ന്യായമാണോ? അത് ഒരു ജനങ്ങളോടുള്ള ഒരു അവഹേളനവും വഞ്ചനയും അല്ലേ?
അതാണ് അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചത്. അല്ല, അതിനുള്ള മറുപടി എന്നോണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ചിലത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മറുപടിയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന ഇപ്പോൾ എന്നെ പോലെയുള്ള അധികം കാശില്ലാത്തവർ പോലും നമ്മൾ സഹായിക്കുന്നുണ്ട്. അതൊന്നും പുറത്ത് പറയാൻ കൊള്ളില്ല. ഇവർക്ക് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ മഹത്വവും പ്രയാസവും ഒരു വശത്തും പ്രതിഫലത്തിൻ്റെ വലിപ്പവും നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഇവരാണ്. മേലേക്കടയിലുള്ളവരായിരിക്കാം, എങ്കിലും അതുണ്ടല്ലോ. ഇവിടെ മഹാകവി വള്ളത്തോൾ ഒരു കവിത എഴുതി അയച്ചാലും അദ്ദേഹം ഉള്ള കാലത്ത് 20 രൂപയോ 25 രൂപ കൊടുത്തു. ഇപ്പോഴാണെങ്കിൽ കവിതയ്ക്ക് മഹാകവി വള്ളത്തോളാണെങ്കിൽ ചിലപ്പോൾ 1000 രൂപ കൊടുക്കും. ഞാനിപ്പോൾ ഈ ഗദ്യം എഴുതുന്നവരിൽ ഏറെക്കുറെ മുമ്പിൽ നിൽക്കുന്ന ഒരാളല്ല, ഒന്നുമില്ല കുറേ കാലമായല്ലോ. ഞാനൊരു ലേഖനം എഴുതിയാൽ മാക്സിമം ആവറേജ് 1500 രൂപയാണ് തരുന്നത്. ഈ ആത്മകഥ എഴുതുമ്പോഴാണ് അത് പിന്നെ വളരെ റെയറായതുകൊണ്ട് അവർ കുറച്ചധികം തരുന്നുണ്ട്. പിന്നെ പ്രസംഗത്തിന് പ്രതിഭ, ഇതൊക്കെയാണ് നമ്മുടെ എന്തൊരു ചെറിയ മനുഷ്യരാണ്. മാഷിന് അസൂയാണെന്ന് പറയുന്നത്. അതെ, എനിക്ക് അത് പത്മനാഭൻ പറഞ്ഞു, എനിക്ക് അസൂയാണ്. അസൂയാണെങ്കിൽ എനിക്ക് മോഹൻലാലിൻ്റെ അസൂയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ മോഹൻലാലിനേക്കാളൊക്കെ എത്രയോ കാലമായിട്ട് ഈ പബ്ലിക് സ്റ്റേജിലുള്ള ആളാണ്. പിന്നെ മോഹൻലാലിൻ്റെ മാതിരി ടിക്കറ്റ് വാങ്ങിയിട്ട് എൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നവരില്ല. ജനങ്ങൾ വരികയാണ്, ഇഷ്ടത്തിന് വരികയാണ്. അതുകൊണ്ട് എനിക്ക് അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ചതിലധികം എനിക്ക് സമുദായത്തിൻ്റെ വലിയ അംഗീകാരമുണ്ട്. അല്ല, ഇടയ്ക്ക് ഒരു പേഴ്സണൽ അറ്റാക്കിലേക്ക് പോയല്ലോ. അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പറ്റി പറഞ്ഞതെല്ലാം അപ്രസക്തമാണ്. കാരണം ഈ തിലകൻ ഇഷ്യൂ തീർന്നാലും ഞാനിത് പറയും. കാരണം ഇത് വേറൊരു ഇഷ്യൂ ആണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനെപ്പറ്റി. ടെൻഡുൽക്കർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കളിക്കാരനാണ്. പക്ഷേ അങ്ങനെ ഈ പരസ്യത്തിൽ 1 സെക്കൻഡൊക്കെ മുഖം കാണിക്കും, ആവശ്യമില്ലാത്തതാണ് അദ്ദേഹത്തിന്. അപ്പം അത് അവർ വളരെ ഇടിയുകയാണ് അത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് ഞാനത് എപ്പോഴും പറയും, അതൊരു മൂല്യച്യുതിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിനിമാ കലാകാരന്മാരുടെ അന്തഛിദ്രമുണ്ടല്ലോ, അത് സിനിമ കലയ്ക്ക് ദോഷം ചെയ്യും. സംഘടന വരുന്നത് എപ്പോഴും ഈ കലാകാരന്മാർക്ക് ബാഹ്യ ലോകത്ത് നിന്ന് എന്തെങ്കിലും എതിര് വരുമ്പോൾ അത് നേരിടാനാണ് സംഘടന. കലാകാരന്മാർ തന്നെ ഭിന്നിപ്പിക്കാനും ചിലരെ വലുതാക്കാനും ചിലരെ തൊഴിക്കാനും ഉള്ളതല്ല സംഘടന. അല്ല, അതേസമയം ഒരു സംഘടനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള അച്ചടക്കമുണ്ട്. ആ അച്ചടക്കം തിലകൻ ലംഘിച്ചു എന്നാണ് ഈ അച്ചടക്കം അമ്മയുടെ ആക്ഷേപം. അതെ, ഈ അച്ചടക്കം എന്നൊക്കെ പറയുന്നത് ഇത് ഇപ്പോഴും ഈ അച്ചടക്കം ലംഘിച്ചു എന്ന് പറയുന്നത് കൊണ്ട് സംഘടനയുടെ ജീവിതം അസ്തിത്വം തന്നെ തകരാറിലായി. ഈ അച്ചടക്കം എന്നൊക്കെ പറയുന്നതില്ലേ, അത് അധികാരത്തിലിരിക്കുന്നവർ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു തുരുപ്പ് ചീട്ടാണ്. അത് ദാക്ഷിണ്യത്തോടുകൂടിയും അന്യനെ പറ്റിയുള്ള ബോധത്തോടെ. ഞാനൊരു പ്രസിഡൻ്റാണ്, ഞാൻ പറഞ്ഞത് അംഗീകരിച്ചില്ല, അങ്ങനെയൊക്കെ വരുമ്പം കലാകാരന്മാർക്ക് അവർക്ക് വളരെ സ്വതന്ത്ര വീക്ഷണവും പെരുമാറ്റവും സമ്പ്രദായവും ഒക്കെ ഉള്ളവരാണ്. ഒരു എലിമെൻ്റ് ഓഫ് എക്സെൻട്രിസിറ്റി കലാകാരന്മാരിൽ കാണും. അത്തരം ആളുകളെ അത് സംഘടനക്കാരതിനെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. അതുകൊണ്ട് പട്ടാളത്തിൻ്റെ അച്ചടക്കമാണോ ഒരു കലാസംഘടനയിൽ? അച്ചടക്കം എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായി വളരെ സ്വഭാവദോഷമൊക്കെ വരുമ്പം അതൊക്കെ ഒരു അച്ചടക്കം. അല്ലാതെ അദ്ദേഹം മറുപടി പറഞ്ഞില്ല, ഇതൊക്കെ അതും 10-75 വയസ്സുള്ളൊരു മനുഷ്യനെ പറ്റി. ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഞാനെന്ന് പറഞ്ഞ പോലെ ഇവർ താരങ്ങളാണെങ്കിൽ ആ ആകാശം ഒരുക്കാൻ ശ്രമിച്ചവരിൽ ഒരാളായി ആൾ. ആ ഓർമ്മ വേണം. പക്ഷേ ഇതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നമാണോ? ഇപ്പം മാഷിനും ഏജായി, തിലകനും ഏജായി. പ്രായം ഇങ്ങനെയൊരു ഘട്ടത്തിൽ പ്രായമുള്ളവർ മിണ്ടാതിരിക്കുക. ഇത് ഞങ്ങളിൽ ഇപ്പോഴും മരിക്കാത്ത യൗവനത്തിൻ്റെ ഇതാണ്. പ്രായം ഇപ്പം ചെറുപ്പക്കാർ തന്നെ എന്നോട് മാഷ് എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? നമ്മുടെ എഴുത്തുകാർ കോഴിക്കോട്ടൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് എന്നോട് വലിയ താല്പര്യമുള്ളവരാണ് എൻ്റെ. പക്ഷെ അവർക്കും ഞാനീ പറഞ്ഞതിന് എന്നെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും ധൈര്യമില്ല അവർക്ക്. അവരുടെ ഡിഫെൻസ് എനിക്ക് ആവശ്യമില്ല, പക്ഷെ ആ ധൈര്യമില്ല. അതിനവർ പറയും, ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ വാദം ആളിക്കത്തിപ്പോകുമല്ലോ, അപ്പോൾ കെടട്ടെ എന്ന്. നമ്മൾ കെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സഹായം എന്തിനാ?
അതെ. ആളിക്കത്തിയ എന്താ ദോഷം? അപ്പോൾ പ്രതികരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഏതോ ഒരു ശക്തി ഈ പ്രതികരിക്കുക എന്നുള്ളത് അത് യൗവനത്തിൻ്റെ ഒരു റിയാക്ഷനാണ്. അത് ഞാൻ സന്തോഷിക്കുന്നത് എനിക്ക് ഈ തിലകനോടുള്ള അനീതി കണ്ടപ്പോൾ പ്രതികരിക്കാൻ തോന്നിയല്ലോ. അപ്പോൾ എന്നിൽ ഏതോ ഒരു ചൈതന്യം മരിക്കാതെ കിടപ്പുണ്ട്, സന്തോഷം. അത് കണ്ടിട്ട് ഞാൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഞാനൊരു ഗർദഭവുമാണ്, ഞാൻ ആ ഒരു മരണം നടന്നവനുമാണ്. അതെ, നിങ്ങൾ തിലകനെ നോക്കുക, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല എന്ന് പറയും. ധിക്കാരമാണെങ്കിലും അതൊരു യുവാവ് പറയുന്ന ഒരു സാഹസവാക്യമാണ്. അത് ഒരു വൃദ്ധന് പറയാൻ കഴിയില്ല. അത് പറയുന്ന വൃദ്ധന്മാർ പ്രായമായിട്ട് ബ്രിട്ടീഷുകാരോട് ഗോ ബാക്ക് മറ്റേ എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജിയെ പോലുള്ളവരൊക്കെ ഈ സാഹസ ബുദ്ധി കാണിച്ചവരാണ്. വാർദ്ധക്യമല്ല ഇത്. വാർദ്ധക്യമാണെങ്കിൽ ഇവരെല്ലാം മിണ്ടാതെ നിൽക്കുന്നവർ മോഹൻലാലിനൊക്കെ ആരെങ്കിലും എതിർക്കും. വലിയ മലകളുമല്ലേ ധരിച്ചത്. ഇപ്പം മോഹൻലാൽ മമ്മൂട്ടിയും മൗനം ഭജിക്കാൻ തുടങ്ങിയല്ലോ. എന്നിട്ട് എന്ത് വിഡിത്തവും പറയാൻ കഴിയുന്ന വിൻസെൻറ്റിനൊക്കെ ഇന്നസെൻറ്റ് അതൊന്നും അറിയില്ല കേട്ടോ. എങ്ങനെ ഒരു സംഘടനയുടെ പ്രസിഡൻ്റായിന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഈ മനുഷ്യന് ഞാൻ ഈ രാജ്യത്ത് ഇതിൻ്റെ അപ്പുറത്തുള്ളത് പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൂടാ. പുള്ളി എന്നെ ഉപദേശിക്കുകയാണ്, ഞാൻ വിലവർദ്ധനത്തിനെക്കുറിച്ച് പറയും. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്നസെൻ്റ് തന്നെ. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് KT തോമസിനെ വിളിച്ച് അവിടെ മാഷക്ക് സപ്പോർട്ടൊന്നും വേണ്ട എങ്കിലും മോറൽ സപ്പോർട്ടിന് വിളിക്കുകയാണ്. ആ ഇന്നസെൻ്റ് എന്നുള്ളത് ഡിക്ഷണറി നോക്കിയപ്പോൾ ഞാനും കണ്ടത് ഹൂളിഷ് ഫെലോ എന്നാണ് അർത്ഥം, ഒരർത്ഥം. അതിനങ്ങൊരു മറുപടി പറഞ്ഞിരിക്കുക, സുകുമാരൻ എന്നുള്ള വാക്ക് പോലെ അഴീക്കോട് എന്താ പറയുക പരസ്യം. ഇന്നസെൻ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിന് ചീത്തയായ അർത്ഥമുണ്ട്, ആളറിയാത്തത് ചൂണ്ടിക്കാണിച്ചതാണ്. സുകുമാരൻ എന്നുള്ള വാക്കിന് നല്ല അർത്ഥമുണ്ടെന്ന് ഇന്നസെൻ്റ് പറയേണ്ട നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ ആ പേര് അച്ഛൻ തരുന്ന സമയത്ത് ഒരുപക്ഷെ ആഗ്രഹം സുകുമാരനായിട്ട് ജീവിക്കട്ടെ എന്നായിരിക്കും. അതെ, അത് വേറെ കാര്യം. എപ്പോഴും ശ്രീകൃഷ്ണൻ പേര് കൊടുത്ത ശ്രീകൃഷ്ണനെ പോലെയാകും. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പേര് തരുന്നത് അച്ഛനും അമ്മയാണ്. അതൊരാഗ്രഹം. നേരെ മറിച്ച് എനിക്ക് ദുശാസനൻ എന്ന് പേര് തന്നാൽ അത് യോഗ്യതയായി കൊണ്ടു നടന്നത്. അപ്പോൾ ഇയാൾ ദുശാസനം തന്നെയാണല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഇന്നസെൻ്റ് എന്നുള്ളതിന് വിഡ്ഢിയെന്ന് അർത്ഥമുണ്ട്. അതുപോലും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരാൾ. ഞാൻ ഈ തർക്കത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് 6-7 ദശാബ്ദമായി. എനിക്ക് എങ്ങനെ വാക്കുപയോഗിക്കണം എന്നുള്ളതിന് ഒക്കെ ഉറക്കത്തിലും എനിക്ക് ആരുടെയും സഹായം വേണ്ട. അതുകൊണ്ട് ഈ മോഹൻലാൽ ഞാൻ അവരുടെ ബുദ്ധിശൂന്യതയുടെ ഉദാഹരണം പറയട്ടെ. മോഹൻലാൽ പറയണ അമ്മാവൻ ഫലിതം ഉപയോഗിച്ചത് മലയാള ശൈലി അറിയാത്തതുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ അമ്മായി ഫലിതമല്ലാതെ അമ്മാവൻ ഫലിതമില്ല. അനിൽ നമ്പ്യാർ പറയട്ടെ, അമ്മാവൻ ഫലിതം എന്നൊരു ശൈലിയുണ്ടോ? അമ്മായി ഫലിതം. മോഹൻലാൽ പറഞ്ഞത് അഴീക്കോട് അമ്മാവന്മാർക്ക് ഫലിതമില്ല. അവരൊരു തരം ക്രോധമുള്ള നമ്മുടെ നാട്ടിൽ തറവാട്ടിലൊക്കെയുള്ള അമ്മമാർ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഹ്യൂമറുണ്ടോ? അതുകൊണ്ട് ആ ശൈലി ഉണ്ടായില്ല. ഇയാൾ എന്നെപ്പറ്റി പറഞ്ഞതാണ്. ഇയാളെപ്പറ്റി ഞാൻ ദുഃഖിക്കുകയല്ലാതെ അയാൾ എൻ്റെ കീഴിൽ മലയാളം ഒരു 2 കൊല്ലെങ്കിലും പഠിക്കണം. എന്നിട്ട് ഈ ഇന്നസെൻ്റ് പറയാണ് അഴീക്കോടിൻ്റെ ഭാഷയ്ക്ക് കുട്ടികൃഷ്ണമാരാർ മാത്രമാണ് എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ ഭാഷ സംസ്കൃതമയമാണ്, മലയാളമല്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴങ്ങോരുടെ പുസ്തകത്തിന് പോലും ഞാൻ അവതാരിക എഴുതിയത് ഈ മലയാള ശൈലി എഴുതിയ കുട്ടികൃഷ്ണമാരാർക്ക്. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഭാഷ അല്പം പെശകാണ്. അപ്പം ഞാൻ പറഞ്ഞു പെശകാണ്. ഇവരുമായിട്ട് ഞാൻ 2-3 ദിവസമായി സമ്പർക്കപ്പെട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് സംസർഗം കൊണ്ട് ഭാഷ അല്പം ചീത്തയായി പോയതാണ്. ഇത് ഒഴിഞ്ഞാൽ ഞാൻ അല്പം പഴയതിലേക്ക് നന്നാവുമെന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് പറയാം. മാഷ് ഓരോ കാലത്തും ഓരോ ആളുടെ വക്താവായി പെരുമാറുന്നു എന്നാണ് മറ്റൊരു ആക്ഷേപം. അതായത് ഇടക്കാലത്ത് പിണറായി വിജയന് വേണ്ടി ശക്തമായി രംഗത്ത് വന്നു, പിന്നെ തിലകന് വേണ്ടി രംഗത്തെത്തി. ഇവർക്ക് ഞാൻ വക്താവായിട്ടുണ്ടെങ്കിൽ ആരുടെ നേരെയാണോ പീഡനമുള്ളത് അവർക്ക് വേണ്ടി. പിണറായി വിജയനെ പറ്റി ഞാൻ വിശേഷിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അച്യുതാനന്ദനെ പറ്റിയാണ്. അച്യുതാനന്ദൻ കഴിഞ്ഞ ഇലക്ഷന് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോഴാണ് ഞാൻ കേരള കമ്മിറ്റിയിൽ ഒരു ലേഖനം കൊടുത്ത്. അന്ന് ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ 35-40 വയസ്സായിരിക്കുമ്പോൾ എവിടെ എത്തിയോ അവിടെ ഈ 85കാരന് ഇതുവരെ എത്തിയിട്ടില്ല.
അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊടുക്കണം. ഇനിയൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പോഴേ 85-ൻ്റെ ന്യായം പറയും. അങ്ങനെയാണ് പ്രകാശ് കാരാട്ട് ഈ തർജ്ജമയൊക്കെ പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തത്. ഇപ്പോൾ അച്യുതാനന്ദൻ്റെ 2 പുസ്തകത്തിന് ഞാൻ അവതാരിക എഴുതിയാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രത്തിന് ഞാൻ അവതാരിക എഴുതിയാണ്. ഇതേ സമയത്ത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഞാൻ യാതൊന്നും പറഞ്ഞിട്ടില്ല. പിണറായി വിജയനെ പറ്റി പിണറായി വിജയനോ അച്യുതാനന്ദനോ എനിക്ക് തരാനുള്ളതൊന്നും അവരുടെ കയ്യിലില്ലെന്ന്. 2 പേരും എനിക്ക് സഹോദരന്മാരാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പിണറായിക്ക് ഇവർ ദോഷം പറയുന്ന പോലെ പറയാത്തത് കൊണ്ട് അച്യുതാനന്ദന് തന്നെ പിന്നീട് അച്യുതാനന്ദൻ ഇലക്ഷൻ ഇത്തവണ തോറ്റപ്പോൾ അച്യുതാനന്ദൻ ഒരു ചിരി ചിരിച്ചിരുന്നു. അതും ഈ എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഞാൻ വേറെ ഒരു സംഗതിക്ക് ചെന്നപ്പോൾ പ്രസ്സുകാർ നിർബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ ചിരി ഒരു സ്വന്തം പാർട്ടി തോറ്റാൽ ചിരിക്കേണ്ട ചിരിയല്ല, അതിലൊരു വഞ്ചനയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും സത്യം പറഞ്ഞാണ്. അപ്പോഴും പിണറായിയുടെ കൂടെയാണെന്ന് പറഞ്ഞു. പിണറായിയുടെ മകളുടെ കല്യാണം, മകൻ്റെ വിവാഹം അദ്ദേഹം നേരിട്ട് വിളിച്ചിരുന്നു. ഞാൻ പോയില്ലല്ലോ. എന്നെപ്പറ്റി ശമ്പളക്കാരെന്ന് പറഞ്ഞിരുന്നു ഒരു പത്രം. ശമ്പളക്കാരൻ പത്രക്കാരൻ തലേന്നേ പോയി. ഞാൻ പോയിട്ടില്ല. എനിക്ക് ഇതുവരെ ഒരു അപകടവും പറ്റിയിട്ടില്ല. ഇതൊക്കെ ഇപ്പം കോൺഗ്രസ്സുകാർക്ക് പോലും ഉള്ള വിഷമം അവർക്കെതിരായിട്ട് എൻ്റെ വാക്ക് തീരുകയാണ്. അതിപ്പം നമ്മുടെ വർത്തമാനകാലത്തെ പരിശോധിച്ചിട്ട് ഏതെങ്കിലും ഒരു നന്മയുള്ള ഭാഗം പറയും. ഇപ്പോൾ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് ഞാൻ എന്നും എതിർക്കും. അപ്പോൾ അത് ബേബിക്ക് അനുകൂലമാകും. പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഭാഷനൊരു രാഷ്ട്രീയമില്ലേ? ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിലില്ലാത്തൊരു രാഷ്ട്രീയമുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത്. വോട്ട് ചെയ്യാതെ എത്രയോ ദശാബ്ദമായല്ലോ. ഈ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുണ്ടോ? ജനാധിപത്യ സംവിധാനം, പക്ഷേ ജനാധിപത്യം എന്നുള്ളത് ലേബിൾ പോരാ, ഉള്ളടക്കവും ജനാധിപത്യമാകണം. അതില്ല. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ ഇതാകണം. പിന്നെ നമ്മൾ തീരെ ഐഡിയലിസവും പറഞ്ഞ് നടന്നാലും പോരാ. വർത്തമാനകാലത്തിൽ നമ്മൾ എവിടെയൊക്കെയാണ് പോരായ്മ അതെല്ലാം ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കടമയുണ്ടാവും. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കില്ല. ഞാനിപ്പോൾ ലൈബർ ഹാൻഡ് റിപ്പോർട്ട് വന്നു. ഇവരാരെങ്കിലും ലൈബർ ഹാൻഡ് റിപ്പോർട്ടിൽ മൈനോറിറ്റീസിന് വരുന്നത് പറഞ്ഞു. ഞാൻ എഴുതിയല്ലോ അത്. ഈ ലൈബർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇന്നസെൻറ്റിന് മനസ്സിലാവുന്നില്ല എന്താ സംഗതി. അയാളെ എന്നെ തിരുത്തും. എന്താ പറയുക ഇതിനെ പറ്റിയൊക്കെ. വിമർശനം വിമർശനം ഇഷ്ടപ്പെടുന്നില്ലല്ലേ പലരും? അതാണ് വിമർശനം ഇഷ്ടപ്പെടുന്നു. മറ്റൊരാളിലോട്ടുള്ള വിമർശനമാകണം, അവനവനോട് പാടില്ല. അതാണ്. സ്വന്തം ദേഹത്ത് മുറിവേൽക്കുമ്പോൾ മാത്രമേ അപ്പോഴേ വേദന മനസ്സിലാക്കുന്നുള്ളൂ അല്ലേ? മറ്റേത് അവർക്ക് അത് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് വന്ന കാണാൻ സുഖം എന്ന് പറഞ്ഞില്ല, അതുപോലെയാണ്. അവരുടെ ഭ്രാന്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ വിഷയം. ഞാൻ ഇത്രയല്ല അനുകൂലമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കിപ്പോൾ എന്നെ അറിയാലോ. ഞാനിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറാണ്. ആരുടെ ഇതുകൊണ്ടല്ലോ എനിക്ക് ഒരു വൈസ് ചാൻസലറാകാൻ പാടില്ലെങ്കിൽ ഈ രാജ്യത്ത് ആർക്കും ആകാൻ പാടുള്ളൂ. എന്നെ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനാക്കി. ഞാനിപ്പോഴേ എൻ്റെ ആത്മകഥ എഴുതുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. പ്രിയപ്പെട്ട എനിക്ക് വന്ന് അർജുൻ സിംഗ് നേരിട്ട് എനിക്ക് കത്തെഴുതിയതിൻ്റെ ഒരു കോപ്പി ഉണ്ട്. ഇത് അന്നത്തെ HRD മിനിസ്റ്റർ, നമ്മുടെ സാംസ്കാരിക മാനവ വിഭവശേഷി നേരിട്ട് താങ്കളെ പോലെയുള്ളൊരു വലിയ എഴുത്തുകാരൻ ഇതിൽ നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻഷിപ്പ് വന്നപ്പോൾ ഞാൻ മത്സരിക്കാൻ നിന്നു. അനന്തമൂർത്തി എനിക്ക് കത്തെഴുതി. സാറ് ഫോണിൽ വിളിച്ചു, സാറ് ഒഴിഞ്ഞാൽ എനിക്കൊരു ചാൻസ് ആയിരുന്നു. ഞാൻ ഒഴിഞ്ഞു. ഞാനിപ്പം നോക്കുമ്പോൾ അനന്തമൂർത്തിയുടെ കത്തുണ്ട്. ഞാൻ ഒഴിഞ്ഞതിൽ താങ്ക്സ് പറഞ്ഞ് മറിച്ച് ഞാനായിരുന്നു ഒഴിയേണ്ടത്, പക്ഷെ അഴീക്കോട് ഒഴിഞ്ഞതിൽ എനിക്ക് ഈ കത്ത് ഇപ്പം ഞാൻ നോക്കിയതാണ്, ഇംഗ്ലീഷിലുള്ള കത്ത് അതിലുണ്ട്. ഞാൻ ഒരു സംഗതി എനിക്ക് ഇവിടെ ജനതാദളുള്ള കാലത്ത് ഗവർണർഷിപ്പ് എനിക്ക് കിട്ടാവുന്നത്. ഇവിടെ നമ്മുടെ VP സിംഗ് ഇവിടെ വന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ ഓഫർ വെച്ചിരുന്നോ? ഉണ്ണികൃഷ്ണൻ VP ഇവിടെ കലക്ടർ VP സിംഗിനെ കാണണമെന്ന് പറഞ്ഞ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്ത് ഞാനന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാലക്കാട്ട് നവഭാരത വേദിയുടെ ഒരു യോഗമുണ്ട്, ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പിന്നെ അത് പറഞ്ഞു. ഉണ്ണികൃഷ്ണനോട് ചോദിച്ചാറില്ല.
എനിക്ക് ഇപ്പോഴുള്ള ഇത് ഇപ്പം ഈ മോഹൻലാലിനൊക്കെ എതിർക്കുന്നില്ലേ, ആ മഹത്വം. ബാക്കി ഈ വിവാദങ്ങൾ കൊണ്ട് എന്താ നേടി അവസാനം നോക്കുമ്പോൾ? ഈ വിവാദങ്ങൾ കൊണ്ട് എന്താ നേടി? അല്ലെ കുറെ നഷ്ടപ്പെട്ടു എന്നല്ലേ താങ്കളുടെ ഊർജവും സമയവും? അതുപോലെ വിവാദം കൊണ്ട് ഒരു അസത്യത്തിൻ്റെ മുഖം മൂടി വലിച്ചെറിഞ്ഞില്ലേ വലിയ എത്രയാളത് പറഞ്ഞു. ഇവരെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ഒരുപടി നീങ്ങി. കുത്തകയുടെ കാര്യം അവർക്ക് അല്പം, കലാകാരന്മാർക്ക് അല്പം ഒരു സ്വാതന്ത്ര്യബോധം കിട്ടിയില്ല. അതല്ലേ ആ മാള അരവിന്ദൻ പറഞ്ഞല്ലോ, അയാളൊരു സിനിമക്കാരനല്ലേ, സൂപ്പർ സ്റ്റാർ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് ആ തെറ്റ് എന്നാണ് പറഞ്ഞത്. അയാൾ എന്ത് എവിടുന്ന് ധൈര്യം കിട്ടി? എൻ്റെ വിമർശനത്തിന് ശേഷം ധൈര്യം കിട്ടിയത്, അല്ലാതെ അല്ല. ഇവരുടെ ഈ പൊള്ളത്തരം തുറന്നു കാട്ടുക തന്നെയായിരുന്നു അല്ലേ ഉദ്ദേശ്യം? അതെ. അല്ല, എനിക്കത് ഇതിൽ ആഴത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചു തിലകനോട് ഇവർ നീതി പ്രവർത്തിക്കും, പക്ഷെ ഇവരെന്നെ എതിരിടാനാണ് നോക്കിയത്. അപ്പോഴേ എനിക്കും എതിർക്കാൻ അറിയുമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു, അത്ര തന്നെ. അല്ല, ഈ തിലകൻ പ്രശ്നം, ആ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ച് വിടുകയായിരുന്നു, അല്ലെങ്കിൽ അത് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുകയായിരുന്നു? അല്ല, തിലകൻ പ്രശ്നത്തിന് ആഴത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. തിലകൻ പ്രശ്നം നിസ്സാരമാണ്. എനിക്കിത് എവിടെയുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഇവരുടെ ഫാൻസ് അസോസിയേഷന് രാജിവെച്ച ഒരുത്തൻ എനിക്ക് 4 പേജ് കത്തെഴുതിയിട്ടുണ്ട്. ഇവരുടെ സെക്ഷുവൽ സർവ്വ കഥകളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയാൻ കൊള്ളില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ പേടി കാണും ചിലപ്പോൾ. ഇപ്പൊ പേടിയാണ്. കാരണം എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലോട്ട് പോകുന്നുള്ള കയ്യിലുള്ള എമിനീഷൻ എന്തൊക്കെയുണ്ട് എന്നുള്ള സ്ഫോടക വസ്തുക്കൾ എന്തായാലും ഒരുപടി ആള് ഫോൺ ചെയ്യുന്നു വിവരം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പ്യാരിലാൽ, ഇയാൾക്കൊരു ചേട്ടനോടൊന്നും എനിക്കറിയില്ല. സെക്രട്ടേറിയറ്റിൽ ഒരു ഓഫീസർ എന്നെ ഫോൺ ചെയ്തു, സാർ ഇദ്ദേഹത്തിന് പ്യാരിലാലിനൊരു ചേട്ടനുണ്ട്, മരിച്ചപ്പോൾ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ട സ്വത്ത് ഇയാൾ പഞ്ചായത്ത് ഓഫീസിൽ ശ്രമിച്ച് നടന്നില്ല, താലൂക്ക് ഓഫീസിൽ നിന്ന് നടത്തി. ഞാൻ അയാൾ വെരിഫൈ ചെയ്തോ മാഷെ? ഇല്ല, എനിക്ക് വെരിഫൈ ചെയ്യാൻ. അപ്പോൾ ഞാനത് പറഞ്ഞല്ലോ, ഇതെനിക്കിങ്ങനെ പറഞ്ഞ് ഞാൻ സ്വയം പരിശോധിച്ചിട്ടില്ല. തെറ്റാണെങ്കിൽ ഞാനതിന് മാപ്പ് പറയും. പക്ഷേ വളരെ ഉത്തരവാദപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണ് അയാൾ. എനിക്ക് ആ ഡീറ്റെയിൽസ് മുഴുവൻ തപ്പാലിൽ അയക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് കിട്ടും. ഇതിലെന്താ വോളണ്ടറി സപ്പോർട്ടാണിത് അവരിൽ നിന്ന് വരുന്നത്. എന്തായാലും ഇപ്പോൾ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ, ഒരു നമ്മുടെ സംവിധായകൻ അമ്പിളി. അല്ല, അത് ഈ പറയുമല്ലോ പ്രസംഗത്തിൽ അത് അല്പം ഒരു അഭിനയത്തിൻ്റെ അംശമുണ്ട്. പക്ഷേ എനിക്ക് അഭിനയത്തിൻ്റെ എനിക്കിത് മതി. എനിക്ക് ഒരു അമിതമായ ആഗ്രഹവും ഇല്ലാത്ത ആളാണ്. ഒരാഗ്രഹമില്ല. ഞാൻ 10-40 പുസ്തകം എഴുതിയ ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരുടെ ഈ പഴയ കാലത്ത് ഇവരെക്കാൾ എത്ര വലിയ ആക്ടേഴ്സാണ് സത്യനൊക്കെ. ഇല്ലേ, അതിനെപ്പറ്റി വല്ല സംശയമുണ്ട്? സത്യൻ പോലും ഇനി ഒരു ഓർമ്മയായിട്ടില്ലേ നിൽക്കും. ഉമ്മറും മധുവും ഒക്കെ ഒരു ഓർമ്മയായിട്ടില്ലേ നിൽക്കും. എൻ്റെ പുസ്തകം അതല്ല, എത്രയോ കാലം കുട്ടികൾ ഇനിയും പഠിക്കുക. പക്ഷെ അത് ആർക്കും എഴുതാന്നാ പറയുന്നത്. പുസ്തകം ആർക്കും എഴുതാന്ന്. അതെ, ആർക്കും എഴുതാം. അത് അത്തരം പുസ്തകമായിരിക്കും. ഈ പുസ്തകത്തെ പറ്റി കൃഷ്ണവാര്യർ പറഞ്ഞു, ഇത് 10 കൊല്ലത്തിലൊരിക്കൽ മലയാള സാഹിത്യത്തിൽ ഇതുപോലെ ഒരു കൃതി വന്നാൽ മതിയായിരുന്നു. 10 കൊല്ലത്തിലൊരിക്കൽ. ഉപനിഷത്തിനെ പറ്റി ഇവിടുത്തെ പണ്ഡിതന്മാരും ബ്രാഹ്മണന്മാരും ഒക്കെ കഴിഞ്ഞ 3 നൂറ്റാണ്ടായിട്ട് ഉപനിഷത്ത് ചൊല്ലുന്നവരല്ലേ, പുസ്തകം വന്നില്ലല്ലോ. ഈ ഏകാന്ത ജീവിതം മാഷിനെ ആലോചനപ്പെടുത്തുന്നുണ്ടോ ഏതെങ്കിലും ഒരർത്ഥത്തിൽ? ഏകാന്തമല്ല, എൻ്റെ അത്ര ഒരു പബ്ലിക് ലൈഫ് ഭൂലോകത്തിൽ ഒരാൾക്കുമില്ല. നിരന്തരം ഒരു മാസം 10,000 കിലോമീറ്റർ ഞാൻ കാറിൽ യാത്ര ചെയ്യും. ട്രെയിനൊക്കെ വേറെ. 10,000 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് 10-20 കൊല്ലമായിട്ടാണ്. ഒരു ചെറുപ്പക്കാരന് ഈ ട്രെയിൻ സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. യാത്ര ചെയ്യുക മാത്രമല്ല 10-35 പ്രസംഗവും ചെയ്യണം. അത് 100 തരത്തിലുള്ള പ്രസംഗം. പക്ഷേ അല്ലെങ്കിൽ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ടേക്ക് വരുമ്പോൾ അർദ്ധരാത്രി 2 മണിക്ക്. അല്ല, അപ്പോൾ ഒരു കൂട്ട് വേണം എന്നങ്ങനെ തോന്നില്ലേ? ഒരു ആശ്വാസം തരാനെങ്കിലും. പിറ്റേന്നേക്കുള്ള യുദ്ധങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള സുഖമായ ഉറക്കമാണ് കിടന്ന രാവിലെ. കാരണം എനിക്ക് ഒരാഗ്രഹവുമില്ല ഒന്നാകണമെന്നോ, ഇവിടെ ചീഫ് മിനിസ്റ്റർ ആകണമെന്നോ, MLA ആകണമെന്നോ ഒരാഗ്രഹവും ഇല്ലെന്നേ.
അല്ല, ഈ വിവാഹം കഴിക്കാത്തതിൽ വിവാഹം എപ്പോഴെങ്കിലും വിഷമമുണ്ടോ? അതൊക്കെ ഒരു അതിർത്തി വരെയേ ഉള്ളൂ. പിന്നെ ചില സ്വഭാവങ്ങൾ, എനിക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിവാഹം കഴിക്കാനൊരു എന്നെ ആളുകൾ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് അതിനാണ് ഞാൻ കുറച്ച് കത്തൊക്കെ എഴുതേണ്ടി വന്നു ഇവരെല്ലാം. പിന്നെ അതിൽ അവരെ പറ്റിയുള്ള കുറേ ആക്ഷേപമൊക്കെ കിട്ടി. അതാണ് നമ്മുടെ നന്ദകുമാർ എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അതെ. എന്നിട്ട് എന്തുണ്ടായി? അവൻ്റെ പുസ്തകം വെള്ളാപ്പള്ളി നടേശൻ വില കൊടുത്ത് വാങ്ങിയിട്ട് SNDPക്കാർക്ക് കൊടുക്കുക. എങ്കിലും പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? അല്ലെ, പ്രണയം ഉണ്ടായിരുന്നു. അതൊക്കെ വിവാഹം കഴിക്കാൻ കഴിയാത്ത ഒരാളെയാണ് പ്രണയിച്ചത്. അപ്പോൾ പിന്നെ അതങ്ങ് പോയി. പക്ഷെ അതെല്ലാം എൻ്റെ വഴിമാറ്റമാണെന്ന് എനിക്കൊരു അപരാധബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാമല്ലോ, അത്രയും വിശാലമായ വീടാണ്. പക്ഷേ ആരെങ്കിലും പറയുമോ ഞാനൊരു തെറ്റായ കൃത്യം ചെയ്തെന്ന് പറയും. കാരണം അതിൻ്റെയൊക്കെ വില എത്രയാണെന്നും എല്ലാം എനിക്കറിയാം. പിന്നെ ഈ ജീവിതത്തിൽ ഒരു ലഹരി വേണം. ഈ സെക്സ് എന്നൊക്കെ പറയുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ലഹരി കുടുംബം, അങ്ങനെ കുടുംബം എന്ന് പറഞ്ഞ പോലെ അതൊരു കൾച്ചറാണ്. അതില്ലാതെ നമ്മൾ ഈ ചിന്താലോകത്തിൻ്റെ ഒരു ലഹരി ഉണ്ടല്ലോ, അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വേറെ ലഹരിക്ക് പോകില്ല. എവിടെ വരെയായി ആത്മകഥ എഴുത്ത്? അതെ, അതാണ് വേറൊന്ന്. ഒരിതും ഇല്ലാതെ ഞാൻ മുഴുവൻ ഓർമ്മയെന്ന് എഴുതുകയാണ്. ആളുകൾ എൻ്റെ കൂടെ പഠിച്ചവർ, ആളുകൾക്ക് അത്ഭുതമാണ്, സാറ് എങ്ങനെ ഇത് ഓർമ്മിക്കുന്നു. എനിക്കും അത്ഭുതമാണ്. അവിടെ എഴുതാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരും. അല്ല, ഈ ആത്മകഥയുടെ ഏടുകൾ ഇപ്പം എണ്ണം കൂടി വരുമായിരിക്കുമല്ലേ, ഈ വിവാദങ്ങളൊക്കെ അത് ഉൾപ്പെടുത്തുമോ? പിന്നെ ഇതെല്ലാം ഞാൻ ഉൾപ്പെടുത്തുമല്ലോ. ഞാനിപ്പോൾ കോഴിക്കോട്ട് എത്തിയിട്ടേ ഉള്ളൂ. 52 കഥ വരെ എത്തിയിട്ടുള്ളൂ. ഇനി അരനൂറ്റാണ്ടിൻ്റെ കഥ എഴുതാൻ കിടക്കുന്നു. ഇപ്പം തന്നെ 30 അധ്യായമായി. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പബ്ലിഷേഴ്സിൻ്റെ ബഹളമാണ്. മാതൃഭൂമിയിൽ വരുന്നതുകൊണ്ട് അവർക്ക് വേണം, DC-ക്ക് വേണം, നമ്മുടെ കറണ്ട് തോമസിന് വേണം. ഞാൻ പറയുന്ന കാശ് കിട്ടും ഈ ആത്മകഥയ്ക്ക്. ഈ സാഹിത്യ ലോകത്ത് എത്ര പേര് അഴീക്കോടിനെ പിന്തുണക്കുന്നുണ്ട് ഇത്തരം യുദ്ധത്തിൽ? ഇപ്പം മുകുന്ദൻ ഉടനെ തന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞു. പിന്നെ ഇവിടെയുള്ളവർ അവർക്ക് ഒരു പത്മനാഭനെ കിട്ടിയല്ലേ? അതെ, പത്മനാഭൻ പറഞ്ഞത് ഈ അസംബന്ധമാണ്, അതുകൊണ്ട് കൗണ്ടർ ഇഫക്റ്റാണ് ഉണ്ടായത്, അസൂയ ഉണ്ടാകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് 2 മറുപടി എൻ്റെ വാക്കിൽ വന്നു. പത്മനാഭനോട് എനിക്ക് അലോകിയുള്ളത് പത്മനാഭൻ്റെ സൗന്ദര്യം കണ്ടിട്ടുള്ള അസൂയാണെന്നൊരു ധ്വനി, പത്മനാഭൻ്റെ സൗന്ദര്യം. പിന്നെ മോഹൻലാലിൻ്റെ സൗന്ദര്യം എന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ച സംഗതിയുണ്ട്, അത് വിഗ് എടുത്ത് മാറ്റുമ്പോൾ മാറും. അങ്ങനെയാണ് ഈ മോഹൻലാലിൻ്റെ വിഗ് താഴെയായത്. ഈ പത്മനാഭൻ്റെ സപ്പോർട്ടുണ്ട് സംഭവിച്ച. അതില്ലായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ പോവില്ലായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് ഇപ്പം ആൾക്ക് വിഗും ഇല്ല, തലമുടിയും ഇല്ല. പക്ഷെ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ കുറെ കൂടി ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങളല്ലേ ഉണ്ടാവേണ്ടതല്ലേ? അത് ഇപ്പോഴത്തെ സാഹിത്യ രീതിയാണ്. ഞാനിപ്പം പഴയ കാലത്ത് അതിങ്ങനെ ആലോചിക്കുമ്പോൾ മാരാരൊക്കെ ആയിട്ടുള്ള വലിയ ഇഷ്യൂസാണ് തർക്കങ്ങൾ. ഇപ്പോൾ ശങ്കരക്കുറുപ്പിൻ്റെ കവിത എന്ന് പറഞ്ഞാൽ മിസ്റ്റിസിസം, സിംബലിസം, ഇതിനെപ്പറ്റിയൊക്കെയാണ് തർക്കം. അല്ല, ശങ്കരക്കുറുപ്പ് പൊട്ടക്കവി എന്ന് പറയലല്ലോ. അപ്പോൾ അത് സമർത്ഥിക്കാൻ ഒരു പുസ്തകം എഴുതുകയാണെന്നേ. ഇന്ന് ആരെങ്കിലും ഒരു വിവാദത്തിൽ നിന്നൊരു പുസ്തകം എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? വെറുതെ പത്രക്കാരോട് പറയാം പൊട്ടക്കവി. അതുപോലെ പല സംഗതികളും മാരാരുമായിട്ടും ഒറ്റപ്പെട്ടി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മാഷെ ഈ സാംസ്കാരിക മേഖലയെ ശുദ്ധീകരിക്കാനുള്ള ഈ യത്നം അത് കൂടുതൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോവും എന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും കുറച്ച് സമയം അനുവദിച്ചാൽ പ്രാർത്ഥന ഫലിക്കട്ടെ. വളരെയധികം നന്ദി. കേരളീയരെല്ലാം പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കട്ടെ എന്ന്. നമസ്കാരം.